അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ 476 ഹദീസിനെ അങ്ങ് വിശദീകരിച്ചിട്ട് എൻ്റെ 77ാമത്തെ ഹദീസ്. ചാനലിക്ക് പുതിയ ആളെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസായിട്ട് ഇവിടെ ഞങ്ങൾ വിവരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത് സുഹൂദിലെ ഈ ബാബ് ഇപ്പം ഞങ്ങൾ വിവരിച്ചു വന്നുകൊണ്ടുള്ള ബാബ് 55ാമത്തെ ബാബ് സുഹൂദിലെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. അതിൽ ഇന്ത് കൊണ്ടുവന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് വലിയ വില കൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നത്തെ 2 ഹദീസിൽ നിന്നും നബിയുടെ ജീവനത്തെ ഞങ്ങൾ വിശദീകരിച്ച 2 ക്ലാസ്സുകൾ ഈ മുന്നത്തെ 2 ക്ലാസ്സുകൾ ഇന്ത്യ പച്ചോളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസ് നമുക്ക് ഹദീസ് നോക്കാം. അൻ സഅദ് ഇബ്നു സഅദ് സായിദി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ത് ലൗ കാനത്തി ദുനിയ തഅദുലു ഇൻദല്ലാഹി ദുനിയാവ് അള്ളാഹിന്റെ അടുക്കൽ സമമാവിടെ കണ്ടെങ്കിൽ ജനാഹ ബഊദത്തിൻ ഒരു കൊതുടെ റെക്കരത്തര കൊതുക് 2 ചിറകുണ്ട് റെക്ക ജനാഹ അതിരെ ഒരു റെക്കരത്തര തൂക്ക ദുനിയാവ് അള്ളാഹു താല അത്ര വില കൽപ്പിച്ചിട്ടെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ ഒരു കാഫിർക്കും ഒരു മുറുക്ക് തണ്ണി പോലും അള്ളാഹു കുടിപ്പാട്ടലന്ത്. അപ്പോൾ ഇവിടെ എന്താണ് അള്ളാഹുടെ ധിക്കരിക്കുന്ന ആൾ മാറുള്ള അള്ളാഹുടെ നിഷേധിക്കുന്ന ആൾ മാറുള്ള അള്ളാഹു ഇല്ലാഞ്ചൊണ്ട ആൾ മാറുള്ള അള്ളാഹുടെ പിന്നെ തമാശയാക്കുന്ന ആൾ മാറുള്ള ഒക്കെ അള്ളാഹു ദുനിയാവിൽ തണ്ണി കൊടുക്കില്ലേ, ചോറ് കൊടുക്കില്ലേ, സൗകര്യങ്ങൾ കൊടുക്കില്ലേ, പിന്നെയും അള്ളാഹു നിയമത്ത് കൊടുക്കില്ലേ. അപ്പം എന്തൊക്കെട്ടെങ്കിലും ദുനിയാവ് അള്ളാഹു താല ഒരു കൊതിരെ രക്കയ്ക്കെത്ര തിന്നുണ്ടോ അത്ര വില പോലും അള്ളാഹു താല ഈ ദുനിയാവുക്ക് കൽപ്പിച്ചിട്ടില്ല. അപ്പം അള്ളാഹു താല ദുനിയാവുക്ക് വലിയ വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആഖിറത്തുക്ക് ബനായി അമൽ ചെയ്യണം എന്നുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതാ അങ്ങനെ മീത്ത് അള്ളാഹു താല വില കൽപ്പിക്കാൻ കണ്ടെങ്കിൽ അള്ളാഹുടെ നിഷേധിക്കിടങ്ങോ തമാശയാക്കിടങ്ങോ ധിക്കരിക്കിടങ്ങോ വെറുമുറുക്ക് തണ്ണി പോലും അള്ളാഹു താല കൊടുക്കലാനമുക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷിക്കാൻ താൻ. ചിലപ്പോൾ ആൾമാർ ചിന്തിച്ചുകൊണ്ട് ഇത്രയൊക്കെ അവൻ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കി ഉപദ്രവാക്കിയിട്ട് അവനിക്ക് എന്തും ആവില്ലല്ലേ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവുക അത്രമേ വില കൽപ്പിച്ചിട്ടുള്ളേ. ഞങ്ങൾ മുന്നത്തെ ഹദീസ് ചെന്ന് ദുനിയാവ് മൂമിന് കൊടുത്തോളം അതൊരു നരകായിട്ടിക്കിട്, മൂമിൻ അല്ലാത്ത കാഫിർക്കാണെങ്കിൽ അതൊരു സ്വർഗമായിട്ടിക്കിട് എന്നുള്ളത്. അപ്പോൾ ആഖിറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൂമിൻ അല്ലാത്തവനു തെല്ലേത്തെല്ലോ റഹ്മത്ത് ചെയ്യില്ലേ. ആഖിറത്തിൽ അല്ലാഹുടെ റഹ്മത്ത് മീത്ത് മൂമിൻ അല്ലാത്തവന് കിട്ടിയാൻ കണ്ടെങ്കിൽ ഒരു മൂമിൻ അല്ലാത്തവനും സ്വർഗത്തുക്ക് പോവുകയില്ല. റഹ്മത്ത് കിട്ടിയാൻ കണ്ടെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു മീത്ത് മൂമിൻ അല്ലാത്തവനക്ക് റഹ്മത്ത് ചെയ്യാൻ കണ്ടെങ്കിൽ ഒരു കാഫിറും നരകത്ത് പോകലെന്ത്. അപ്പം അവിടെ റഹ്മത്ത് ആർക്ക് മാത്രമേ ഉള്ളേ? മൂമിനക്ക് മാത്രമേ ഉള്ളേ. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. 478 അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ അലാ ഇന്ന ദുനിയ മൽഊനതുൻ ദുനിയാവ് ശപിക്കപ്പെട്ടതായിട്ട് വമൽ മൽഊനുൻ മാഫിയ ദുനിയാവിൽ ഉള്ളതും ശപിക്കപ്പെട്ടത് ഇല്ലാ ദിക്റുല്ലാഹി തആല അല്ലാഹുവിൻ്റെ ദിക്ർ ഒഴികെ വമാ വാലാഹു അള്ളാഹുടെ തൃപ്തിയിലേക്ക് ചേർക്കുന്നതായ ഒന്നും ഒഴികെ അള്ളാഹുടെ തൃപ്തിക്ക് പേനായിട്ട് എത്തുവാട്ടായിക്കത്തത് പൊട്ടിട്ടു. ആലിമൻ ആലിമിനെ പൊട്ടിട്ടു. മുത്തഅല്ലിമൻ മുത്തഅല്ലിം ആലിം ഇൽമുല്ല ആലിം മുത്തഅല്ലിം അത് പഠിക്കണം ഇങ്ങനെ പൊട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ലഅനത്ത് ചെയ്യപ്പെട്ടത്. അപ്പോൾ ദുനിയാവ് എല്ലാം ലഅനത്ത് ചെയ്യപ്പെട്ടതാണ്. ദുനിയാവിലുള്ളതെല്ലാം ലഅനത്ത് ചെയ്യപ്പെട്ടത്, ദുനിയാവും ലഅനത്ത് ചെയ്യപ്പെട്ടത്, അതിലുള്ളതും ലഅനത്ത് ചെയ്യപ്പെട്ടത്. പക്ഷേ അള്ളാഹുടെ ദിക്ർ പൊട്ടിട്ടു. ദിക്റ് ചൊന്നെങ്കിൽ ഖുർആൻ ഓതുന്നത് നല്ല ഫലക്കെല്ലാം അതിൽ ബന്ധം. പിന്നെ അള്ളാഹുനെ കൊല്ല അടുപ്പിക്കുന്നത്, അതായത് പുറത്തേക്ക് സ്വത്തുണ്ട് അവൻ സദക്കയാക്കിട, പുറത്തേക്ക് പൈസ ഉണ്ട് അവനെ ഹജ്ജാക്കിട, പുറത്തേക്ക് പൈസ ഉണ്ട് അവൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യില്ല, പുറത്തേക്ക് പൈസ ഉണ്ട് അവനതിരെ പള്ളി കെട്ടുവാട്ടിയ ദീനിക്ക് വേണ്ടി സഹായിച്ച ഇതൊക്കെ അത് വിട്ടിട്ടു. അള്ളാഹുടെ തൃപ്തിയിലേക്ക് അടുപ്പിക്കുന്നത് ഒഴികെ അപ്പോൾ മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യൽ, പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യൽ, സ്വാലിഹ്യങ്ങളെ ഖിദ്മത്ത് ചെയ്യൽ, നല്ല പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കടെ, ദീനിക്ക് വേനായിട്ട് പ്രവർത്തിക്കുക, അതെല്ലാം വിട്ടിട്ടു. പിന്നെ ആലിമും മുത്താലിമിനും വിട്ടിട്ടു പ്രത്യേകിച്ചിട്ട് അവിടെ അങ്ങനെ മാറ്റിയത് അത് ലഅനത്ത് ചെയ്യപ്പെട്ടതല്ല, ബാക്കിയുള്ളതൊക്കെ ലഅനത്ത് ചെയ്യപ്പെട്ടത്. റവാഹു തിർമിദി ഖാല ഹദീസുൻ ഹസനുൻ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലാ തത്തഹിദു ലയ്യാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി നിങ്ങൾ എന്താക്കണ്ട, ലയ്യാത്ത് എന്ന് ചൊന്നെങ്കിൽ ഈ തോട്ടവും കൃഷിയും പറമ്പും ഇതുപോലത്തതൊക്കെ ചൊല്ലേ, ഇത് ഭൂമി, അതിനെ നിങ്ങൾ ആക്കണ്ട. ഫതർഗബു ഫി ദുനിയ, അപ്പം നിങ്ങൾ ദുനിയാവിൽ മോഹിച്ചു പോകും. പിന്നെ അതിലെ പിറവത്തെ നിങ്ങൾ അവിടെ കൃഷിയും അതും ഇതും അതിരർത്ഥം ചെന്നെങ്കിൽ അതായിട്ട് ഈ സുഹൃദ് അതെന്നെങ്കിൽ സമ്പത്ത് കൂട്ടുമ്പത്ത് എന്താ അവിടെ ആഖിറത്തുൽ ഇബാദത്ത് കുറടിയായിക്കൊണ്ട് എന്നുള്ളതായിട്ട്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. 480 വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഖാല മറ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ അരികിലേക്ക് പോയി. വനഹനു ഞങ്ങ നുആലിജു ഖുസ്സൻ ലന, ഞങ്ങളെ ഒരു ഖുസ്സിനെ ഞങ്ങ സമാക്കി വേണ്ടിയിരുന്ന. ഖുസ്സുൻ ചെന്നെങ്കിൽ ഈ മറ ബെദുറു കല്ല് ഇതുപോലത്തെല്ലാം വെച്ച് മടലെല്ലാം വെച്ചിട്ട് കെട്ടിട്ട് മതിൽ കെട്ടിട്ട് ആ അക കെട്ടിട്ട് ചെറിയ അക. അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കല്ലും കോൺക്രീറ്റ് ഒന്നും ഇല്ല. അപ്പം എന്താക്കിയെന്നത് ഈ കല്ല് വെച്ചിട്ട് അതൊക്കെ മിഡിലേക്ക് മണ്ണ് വെച്ചിട്ട് നിറച്ചിട്ടെല്ലാം എന്താക്കിയെന്ന് മതിൽ കെട്ടിക്കൊണ്ടിരുന്നു. പിന്നെ എന്താക്കിയെന്നത് ഈ മടൽ വെച്ചിട്ട് ഈത്ത പോലത്തെ മടൽ ഇതെല്ലാം വെച്ചിട്ടെല്ലാം മതിലാക്കിയെന്നാണ്. അപ്പം അങ്ങനത്തെ ഔത്ത് കയറ്റിക്ക് ചെറിയ ഈ മരത്തെ പോലും പിന്നെ മടൽ ഇതുപോലത്തെ അല്ലെ മണ്ണ് കല്ല് ഇതെല്ലാം വെച്ചിട്ട് മതിൽ കെട്ടിയിട്ട് അകാക്കിടെ കട്ടിക്കിട്ട് ചെറിയ ഔത്ത് കയറ്റിക്കിട്ട് ഹുസ്സു ചില. അപ്പം അങ്ങനത്തെ ഒരു ഹുസ്സുനെ ഞങ്ങൾ എന്താക്കിയെന്ന അതിൽ ഇതിന് മണ്ണ് പോയെല്ലാം എത്തിയിട്ടെല്ലാം സമാക്കിക്കൊണ്ടിരുന്ന. മാഹാദ ഫക്കാൽ, അപ്പം നബി തങ്ങത്ത് മാഹാദ ഇതിൻ്റെ ഫക്കൊല്ല. അപ്പം ഞങ്ങൾ ചെന്ന് കത് വഹ നബി അതെല്ലാം വീക്കായിട്ട് മതിലെല്ലാം ഭൂലോകം ഇതൊക്കെ അതിൽ സമാക്കിക്കൊണ്ടില്ലേ. ഫനഹ്നു നുസ്ലിഹു, ഞങ്ങളതിനെ നന്നാക്കുകയാണ്. ഫക്കാൽ, അപ്പം നബി തങ്ങൾ ചെന്ന് മാ അറൽ അമ്ര, കാര്യത്തിനെ ഞാൻ കാണുന്നില്ല, ഇല്ല ആചരമെന്താലിക്ക്, അതിനേക്കാളും ഉളറിയതായിട്ടല്ലാതെ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ അങ്ങിപ്പോൾ ഇതിനെ ഒത്തിരി ഇതാക്കിക്കൊണ്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിരെ ഞങ്ങൾ ഒത്തിരി സമാക്കിക്കൊണ്ടില്ല. അത് സമാക്കടത്തര പുരുഷത്തൊന്നും കാണില്ല. ചെന്നാൽ അതൊക്കെ മുന്നിൽ ഏതുണ്ട് ഇവിടെ ആഖിറ വന്നുകൊണ്ടുണ്ട്. കാരണം നബിനെ ചിന്തയുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ആഖിറത്തിന് വേണ്ടിയിട്ടിരിക്കണം. അപ്പോൾ ഈ മതിൽ നന്നാക്കിക്കൊണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചായിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം അതിനേക്കാളും ആഖിറ അതിനേക്കാളും പക്ഷേ മരണം അതിനേക്കാളും മുന്നോട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ ഇതത്ര എന്തില്ല ഇതെല്ലാം കേട്ടിട്ട് സുഖിച്ചിട്ട് കുറേ കാലം കൂടെ ജീവിക്കുകയില്ല എന്നായിട്ട് എന്നർത്ഥത്തിലായിട്ട് കിടച്ചുണ്ട്. റവാഹു അബൂ ദാവൂദ് തിർമിദി ബിസ്നാദിൽ ബുഖാരി മുസ്ലിം വഖാല തിർമിദി ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ഇനി 481 ഹദീസ് അൻ കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഖാല സമയത്തു നാന് കേട്ട കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ട യഖൂലു നബി തങ്ങൾ ചൊല്ല് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തും ഫിത്നയുണ്ട്. ചൊല്ലുക അങ്ങനെ അതിൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ അങ്ങ് ഫിത്നയിൽ കുടുങ്ങിപ്പോണ്ടത്. ഓ ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എൻ്റെ ഉമ്മത്തുക്ക് അല്ലാഹു തആല കൊടുത്ത ഫിത്ന അതുള്ളത് അത് സ്വത്തിലായിട്ട് സമ്പത്തിലായിട്ട്. റവാഹു തിർമിദി ഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. അല്ല എല്ലാ ഗലാട്ടയും എല്ലാ പിണക്കവും എല്ലാം ഉണ്ടാവുക ഏതൊരു വിഷയത്തിൽ സ്വത്തും സമ്പത്തും വിഷയത്തിൽ. അപ്പോൾ സ്വത്തും സമ്പത്തും ഉണ്ടാകുമ്പോൾ ദീൻ വലിച്ചെറിയ ആൾമാർ റെഡി. പിന്നെ അങ്ങ് ദീൻ്റെ വിഷയം കേറാറില്ല, പിന്നെ ആഖിറത്തെ വിഷയം എനിക്കില്ല, സ്വത്തും സമ്പത്തിലെ പർവ്വത്തിലെ പോലെ. അപ്പോൾ എൻ്റെ ഉമ്മത്തുകളുള്ള ഫിത്ന എല്ലാ സമുദായത്തിനും ഫിത്ന ചെന്നിട്ടുണ്ട്. ഫിത്ന ചെന്നെങ്കിൽ പിന്നെ അതിൽ ബാക്കിയായിട്ട് അങ്ങനത്തെ കിട്ടത് ആഖിറത്തുകളിൽ ഇബാദത്ത് ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഫിത്നകളുണ്ട്. എൻ്റെ ഉമ്മത്തുകളുള്ള ഫിത്ന അത് സമ്പത്തായിട്ടിട്ട് സ്വത്തായിട്ടിട്ട് എൻ്റെ ഞങ്ങൾ അത് നോക്കുമ്പോൾ കാണും അല്ലേ, ഏത് കലാട്ടയും ഏത് അടിയും ഏതും എല്ലാം ഉണ്ടാവും അവിടെ സ്വത്തിൻ്റെ അവിടെ. അത് ഏത് കമ്മിറ്റി ആവട്ടെ അല്ലെ ഏത് സംഘടനയാവട്ടെ ഇവിടെ സ്വത്ത് ബാക്കിയുണ്ടോ എന്നാൽ അധികാരത്ത് അടിയും പിടിയും ഉണ്ടാവും. സ്വത്തില്ല അവിടെ ഭാര്യ കഷ്ടത്തിലാണ് പോകണ്ടേ എന്നാൽ അത് ഏറ്റെടുക്കുവാനും ഇല്ല. ഈ ഒരവസ്ഥയിലായിട്ട് കിട്ടുക. അപ്പോൾ സ്വത്തും ചൊല്ലത് സമ്പത്തും ചൊല്ലത് അത് അതിൽ നിന്നും അതിലെ പർവ്വത്തിൽ മാത്രം ബാക്കിയായി പോണ്ടേ എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് എന്തായിട്ട് ആഖിറത്തുള്ള ഇബാദത്തുക്ക് തടസ്സമായിട്ട് കിട്ടുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ കാതുകൊടുത്ത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷം നൽകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.